Good morning, sir. Good morning, Good morning, Nancy. sir. Good morning, Ravina, sir. good morning. Good morning. Good Narmida, morning. good morning. Yes. ഇന്ന് എന്താണ് ആൻസി? 3 പേരുള്ളോ? ഇന്ന് 3 പേരേ ഉള്ളൂ. എന്തിനാ അധികം അല്ലേ? നമ്മ 3 പേരും മതിയല്ല അല്ലേ? ജിൻസി, ഗുഡ് മോർണിംഗ്. Good morning, sir. യെസ്, ഗുഡ് മോർണിംഗ്. ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാല്ലേ? ആരെങ്കിലും വരുമോ നമുക്കൊന്ന് നോക്കാം. ഓക്കെ ആൻസി, ലെറ്റ് us wait 2 minutes. Good morning, sir. Prayer ഞാനാ പറയുന്നേ. യെസ്, അന്ന് പ്രേയർ ആരംഭിച്ചോളൂ ആൻസി. അല്ല പ്രവീണൻ. I want to guide my students how to lead this life on earth, to face its struggles and its strife, and to improve their word, not just the lesson in a book or how the rivers flow, but to choose the proper path wherever they may go, to understand eternal truth and know right from wrong, and gather all the beauty of a flower and a song. For if I had the world to grow in wisdom and grace, then I feel that I have won and I have filled my place. And so I ask your guidance that I may do my part for character and confidence and happiness of her. യെസ്, ഓക്കെ 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 ഓക്കെ. അതെല്ലാം ദൈവം അംഗീകരിച്ച വി ആർ സക്സസ് അല്ലേ പ്രവീണ? യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇത് തോട്ട് ഓഫ് ദ ഡേ അത് ഉള്ള ആരെങ്കിലും ആണോ? Good morning, sir. Thought of day. ഓക്കെ ആൻസി, യു കണ്ടിന്യൂ. Reading gives us some place to go when we have to stay where we are. Thank you. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. Sir, signing. ഓക്കെ നർമിത, യു കണ്ടിന്യൂ. Today I am going to tell a small story. Yes, The okay. two friends. Two friends were walking through a forest. Suddenly they saw a bear. One friend quickly climbed a tree, but the other lay still on the ground, pretending to Yes. be dead. The bear sniffed him and went away. Later, the friend in the tree asked, "What did bear whisper to you?" He replied, Yes. "Never trust a friend who leaves you in danger." The moral of the story: a true friend stands by you in difficult times. Thank you, sir. Yes. Very good, very good. A friend in need is a friend indeed. അതാണ് അതിന്റെ വേറൊരു പഴഞ്ചൊല്ലാണ്. A friend in need is a friend indeed. Indeed means വാസ്തവം. ആപത്തിൽ ഉപകരിക്കാത്തത് എന്റെ ഫ്രണ്ടിന്റെ. അതുപോലെ തന്നെ നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യം ഇതല്ല, വേറെ കാര്യമുള്ളൂ. സ്നേഹം അത് പ്രകടിപ്പിക്കണം. എന്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്. യു ഹാവ് ടു ഷോ ഇറ്റ്. അത് നിങ്ങളുടെ മക്കളോടാണെങ്കിലും അല്ലെങ്കിൽ ഭർത്താവിനോടാണെങ്കിലും യു ഹാവ് ടു ഷോ കേട്ടോ. എപ്പോഴും ഇത് ആണ്. അതായത് ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് ചില ആളുകളുണ്ട് എല്ലാം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കുട്ടിവെക്കും. മക്കളോടൊന്നും പറയില്ല, ഒന്നും ചെയ്യില്ല. പക്ഷെ മക്കൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അരികത്ത് വന്നിട്ട് നോക്കിയിരിക്കും, തലോടിക്കൊണ്ട് പോകും. പക്ഷെ ഇതാരും അറിയുന്നില്ല, ഉറങ്ങുന്ന കുട്ടി അറിയുന്നില്ല. യെസ്. അപ്പോ സ്നേഹം, ഇഷ്ടം അത് ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ വേണം. ദേഷ്യം വേണമെന്ന് ദേഷ്യം കാണിച്ചു. യെസ്, ഓക്കെ 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 ഓക്കെ. കരണ്ടില്ലേ, ഓരോ മൗനവും ഓരോ നിലവിളിയാണ്. എന്താ മിണ്ടാതിരിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ആക്ച്വലി അവൻ അല്ലെങ്കിൽ അവൾ അത് നിലവിളിക്കുകയാണ്. മൗനം ചിലപ്പോഴൊക്കെ അത് നിലവിളിയാണ്. യെസ്, അങ്ങനെയൊക്കെയാണ് പറയേണ്ടത് അൻസി. കലാകാരന്മാര് അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ. ഓക്കെ, അതിനകത്ത് ഒരു ഇഞ്ച് വ്യത്യാസമില്ല. യെസ്. അപ്പൊ നിങ്ങൾക്ക് അത് പറയാട്ടോ. എന്താണ് മിണ്ടാതിരിക്കുന്നത് ആരെങ്കിലും ചോദിക്കുമ്പോ നിങ്ങൾ പറയാം, എന്റെ മൗനം എന്റെ നിലവിളിയാണ്. അത്ര പറഞ്ഞാൽ മതി. ഒരു സാധനം ഇട്ട് കൊടുക്കണം. യെസ്. അപ്പോ അത് ഓർമ്മയുണ്ടാവും, അന്നങ്ങനെ പറഞ്ഞതാണല്ലോ. യെസ്, ഓരോ മൗനവും ഓരോ നിലവിളിയാണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പോ നമുക്ക് അടുത്തിലോട്ട് കിടക്കാം. അടുത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്നുണ്ട്.
പഴയ ഒരു കാര്യങ്ങൾ ചെയ്യണം. കോൺകോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കിയത്. യെസ്, ഓക്കെ. യെസ്, അപ്പൊ നമ്മള് കോൺകോഡ് എന്ന് പറയുന്ന സംഗതി പഠിച്ചപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മളൊരു വെർബ് ഉപയോഗിക്കുമ്പോൾ അവിടെ ഈസ് ഉപയോഗിക്കണോ, ആർ ഉപയോഗിക്കണോ, ഹാസ് ഉപയോഗിക്കണോ, ഹാവ് ഉപയോഗിക്കണോ എന്നുള്ളത് എന്ത് സബ്ജക്റ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. നമുക്ക് പറയാം, രാമ ഈസ് ഗോയിങ് ടു ഫോറസ്റ്റ്. രാമൻ എന്ന് പറയുമ്പോൾ ഒരാളുള്ളൂ, അപ്പൊ നമ്മൾ ഈസ് ഇറ്റ്. രാമ ആൻഡ് സീത ഈസ് ഗോയിങ് ടു ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പൊ അവിടെ ഈസ് മാറ്റണം, കാരണം ഇവിടെ രണ്ടുപേരെ, രാമനുമായി സീതയുമായി, അപ്പൊ പ്ലൂരലായി. അപ്പൊ ഈസ് മാറ്റിയിട്ട് അതേ അർത്ഥമുള്ള വേറൊരു വേർഡ് ഉപയോഗിക്കണം, അതാണ് ആർ. രാമ ആൻഡ് സീത ആർ ഗോയിങ് ടു ഫോറസ്റ്റ്. അപ്പൊ അവർ വരുന്നു എന്നുള്ളതിന് ദേ കം എന്ന് പറയാം, കറക്റ്റ് ആണ്. പക്ഷെ അവൻ വരുന്നു എന്നാണെങ്കിൽ ഹി കം എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ഹി കംസ് എന്ന് പറയണം. കാരണം സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ പിന്നീട് ഉപയോഗിച്ചിരിക്കുന്നത് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ആണെങ്കിൽ അതിന്റെ കൂടെ ഒരു എസ് കൂടി ചേർക്കണം. ഇതൊക്കെ നമ്മൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്, ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. യെസ്, അപ്പൊ അത് വെച്ച് നമ്മൾ അന്ന് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ നോക്കി. ബ്രെഡ് ആൻഡ് ബട്ടർ. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് എന്ന് വരൂ, ആർന്ന് വരൂ? ആരതി? ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് എന്ന് പറയോ, ആർന്ന് പറയോ? ബ്രെഡ് ആൻഡ് ബട്ടർ ആർ. വാസാണ്. ഈസ് അല്ലെങ്കിൽ ആറ്, അല്ലെ ഏതൊന്നും പറഞ്ഞാൽ മതി. ആർ ആർ ആറ്. അപ്പൊ ആരതി ചിന്തിച്ചത് ബ്രെഡ് ഉണ്ട്, ബട്ടർ ഉണ്ട്, രണ്ട് ഐറ്റം ഉണ്ടല്ലോ. പക്ഷെ ബ്രെഡ് ആൻഡ് ബട്ടർ സിംഗുലർ ആണ്. സോറി സർ, സാർ പറഞ്ഞു, സോറി സാർ ഈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ സോഡയും ഇതിന്റെയും കൂടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, സോഡ ആൻഡ് ബ്രാൻഡി, റൈസ് ആൻഡ് കറി, ഈസ് അതൊന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ആ ഇനത്തിൽ വരുന്ന ഒന്നിന്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. യെസ്, ചോദ്യം ഇതാണ്, എഴുതിക്കോ. മൈ വൈഫ് and my secretary dash not like each other. Dash not like each other. ബ്രാക്കറ്റില് does, DOES, comma, do. ഡസ് ഉണ്ട്, ഡു ഉണ്ട്. അപ്പൊ ആൻസിക്കാണ് ഓരോരുത്തരും മനസ്സിൽ ചെയ്ത് വെച്ചോളൂ, ഒരു വശത്ത് നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ ഒരു ഉദ്ദേശം. നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് വരാം. ആൻസിക്കാണ് ടൈം തരുന്നത്. ആൻസി ഏതാണ് അവിടെ ഉപയോഗിക്കുക? മൈ വൈഫ്. സാറേ, ഞാൻ ഡൂയെ ഉപയോഗിക്കുമ്പോൾ തെറ്റാണോന്ന് അറിയത്തില്ല. തെറ്റാണോന്ന് അറിയില്ല. അപ്പൊ ഡു ഉപയോഗിക്കാനുള്ള കാരണം എന്തായിരുന്നു? സർ, മൈ വൈഫ് ആൻഡ് മൈ സെക്രട്ടറി എന്ന് പറയുമ്പോൾ രണ്ടുപേരാണെന്ന് വിചാരിച്ചു അല്ലേ? അതെ, രണ്ടിനും മൈ വന്നിട്ടുണ്ടല്ലോ. യെസ്, യുവർ കാൽക്കുലേഷൻ ഈസ് റൈറ്റ്. ആൻസിക്ക് തെറ്റിപ്പറ്റില്ല എന്ന് മനസ്സിലായില്ലേ? കറക്റ്റ് ആണ്, ഡു നോട്ട് ആണ്. മൈ സെക്രട്ടറി, മൈ വൈഫ് ആൻഡ് മൈ സെക്രട്ടറി എന്ന് പറയുമ്പോൾ രണ്ടുപേരെ. നേരെ മറിച്ച് മൈ വൈഫ് ആൻഡ് സെക്രട്ടറി, രണ്ടാമത്തേന് മൈ എന്നില്ല എന്ന് വിചാരിക്കും, അപ്പൊ ഒരാളുണ്ട്. യെസ്, മൈ വൈഫ് ആൻഡ് സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരാളാണ്. എന്റെ ഭാര്യ തന്നെയാണ് എന്റെ സെക്രട്ടറി. മൈ വൈഫ് ആൻഡ് മൈ സെക്രട്ടറി എന്ന് പറയുമ്പോൾ രണ്ടുപേരാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ദ ക്രിക്കറ്റർ, CRI, പ്രവീണ കാണിച്ചാൻസേ.
ആലോചിച്ച് പറഞ്ഞാൽ മതി. ചാടിക്കയറി എന്ന് പറയണ്ട, ആലോചിച്ചു. ദ ക്രിക്കറ്റർ, CRICKETER, ക്രിക്കറ്റർ, ആൻഡ് റൈറ്റർ, WRITER, റൈറ്റർ, dash in town, TOWN, in town today, TODA. പറയാം, the cricketer and writer dash in town today. ബ്രാക്കറ്റിൽ ഈസ് ഉണ്ട്, ആറുണ്ട്. ക്രിക്കറ്റ് കളിക്കാരനും റൈറ്റർ എഴുത്തുകാരൻ ഇന്ന് ടൗണിലുണ്ട്. ആറാണ് അല്ലേ? ഉറപ്പിച്ചില്ലേ? മാറ്റി പറയൂ. ഉറപ്പിച്ചു. ഓക്കെ. അല്ലെ, ശങ്കർ സിമെന്റ് പോലെ ഉറച്ചതാണ് പ്രവീണയുടെ തീരുമാനം. ഓക്കെ. നമുക്ക് വേണമെങ്കിൽ നർമ്മിതക്ക് കൂടി ചാൻസ് കൊടുക്കാം. നർമ്മിത അഭിപ്രായങ്ങൾ. സർ ഒന്നും കൂടി പറയൂ സർ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അത് കൊള്ളാലോ വീഡിയോ. Yes, the cricketer and the writer dash in the town today. ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആറ്. ഈസ് പ്രവീണിന് അപ്പോ ഒരാൾ ഈസും മുതൽ ആറും മുതൽ. അപ്പോ മൂന്നാമത് ഒരാളെ ഇവിടെ നമുക്ക് നോക്കാം. അയാളെ എവിടെ നിൽക്കുന്ന വെച്ചാൽ ഭൂരിപക്ഷം നമുക്ക് പറയാൻ പറ്റും. ജിൻസി, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? സാർ, ഈസ് ഇവര് തനിയെ തന്നെയാണോ ക്രിക്കറ്ററും റൈറ്ററും? യെസ്, ഈസ് ആണ് പ്രവീൺ അവിടെ വരാം. രണ്ടും ഒരാളാണ് ഇവിടെ. എന്തുകൊണ്ടാണോ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ദ ക്രിക്കറ്റർ ആൻഡ് ദ റൈറ്റർ എന്ന് പറയുമ്പോൾ രണ്ടു പേരാണ്. അപ്പൊ രണ്ടാമത്തെ റൈറ്ററിന്റെ മുന്നിൽ ദി എന്നൊരു ആർട്ടിക്കിൾ കൂടി വന്നാലേ രണ്ടുപേരാവും. ആ ദി എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ നമ്മൾ വിചാരിക്കുന്ന വെറുതെ എന്ന് പറയുന്ന ആർട്ടിക്കിളിന്റെ വാല്യൂ ദി ക്രിക്കറ്റർ, ദി റൈറ്റർ, അപ്പൊ രണ്ടുപേരായി. അപ്പൊ രണ്ടാമത്തേത് എന്തില്ല, ദി എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഇല്ല. അപ്പൊ അതുകൊണ്ട് ദ ക്രിക്കറ്റർ ആൻഡ് റൈറ്റർ എന്ന് പറയുമ്പോൾ രണ്ടും ഒരാളാണ്, ഈസ് ആണ് കറക്റ്റ്. ഓക്കെ, അടുത്തത് ചോദ്യം ആരതിയോടാണ്. യെസ്, ചോദ്യം ഇതാണ്. Not only ചോദ്യം, not only leather, L capital, not only leather, comma, but also her sister, dash doctor, എന്ന് പറയാം. Not only leather but also her sister dash doctor. ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആറുണ്ട്. ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആറുണ്ട്. എല്ലാവരും മനസ്സുകൊണ്ട് പറഞ്ഞ് ഫില്ല് ചെയ്ത് വെച്ചോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആരതി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിന്തിക്കാം. ആരതിയുടെ ടേണാണ്, ആലോചിച്ചോട്ടും പറഞ്ഞോളൂ. ആരതി സ്ഥലത്തില്ലേ? യെസ്. ഓ, അപ്പൊ ആരതി സ്ഥലത്തില്ല. നമുക്കത് ഐശ്വര്യ കൈമാറാം.
അപ്പൊ അത് ഉണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. മ്യൂട്ട് മാറ്റിന്ന് വിചാരിച്ചിട്ട് തന്നെ ഇവിടെ സംസാരിക്കായിരുന്നു, മാറ്റിയിട്ടുണ്ടായിരുന്നു. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. പ്രവീൺ അവിടെ നിൽക്കട്ടെ. യെസ്, ഓക്കെ ഓക്കെ. ഈസ് സർ. ഈസ് ആണ്. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും ഈസ് വെക്കാനായിട്ട്? വെറുതെ അങ്ങനെ തട്ടിയതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞതാണ്? എനിക്ക് ഇത് ഒന്നായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ഈസ് എന്ന് വെച്ചത്. യെസ്, ഓക്കെ ഓക്കെ. ഈസ് എന്ന് പറഞ്ഞ ആരുടെ ഉത്തരം ശരിയാണ്, പ്രവീണ പറഞ്ഞത് കറക്റ്റ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഒരു കൺസ്ട്രക്ഷൻ ആണ്. ഇത് മാത്രമല്ല അതും കൂടി എന്ന് അർത്ഥം വരുന്നതാണ്. അതിന്റെ അകത്ത് നോട്ട് ഓൺലി ബട്ട് ആൾസോ വരുന്ന സമയത്ത് ഈ ബട്ട് ആൾസോ കഴിഞ്ഞതിന് ശേഷം വരുന്നതേ സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കാം. ഇവിടെ നോക്കി, നോട്ട് ഓൺലി ലത ബട്ട് ആൾസോ ഹെർ സിസ്റ്റർ. ഹെർ സിസ്റ്റർ, സിസ്റ്റർ ഒരാളുള്ളൂ, അതുകൊണ്ടാണ് അവിടെ ഈസ് വന്നത്. അതിന്റെ അകത്ത് ഒരു ചെറിയൊരു മാറ്റം വന്നിരുന്നു വിചാരിക്കും. ഹെർ സിസ്റ്റർ എന്നുള്ളതിന് പകരം ഹെർ സിസ്റ്റേഴ്സ് എന്നായിരുന്നെങ്കിൽ അപ്പൊ 6. ബട്ട് ആൾസോ കഴിഞ്ഞിട്ട് വരും നമ്മൾ എടുക്കുമ്പോൾ ഹെർ സിസ്റ്റേഴ്സ് ആയിരുന്നെങ്കിൽ അത് കഴിയുമ്പോൾ 6 വരും. ഓക്കെ, യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തൊരു ചാൻസ് തരാം, ഐഷക്കാണ് ചാൻസ്. ചോദ്യം ഇതാണ്, മിസ്റ്റർ വള്ളുവൻ, VALLUVI, മിസ്റ്റർ വള്ളുവൻ, as well as his wife dash vegetarian, VEGETARIAN. ഒന്നുകൂടി പറയാം, മിസ്റ്റർ വള്ളുവൻ as well as his wife dash vegetarian. ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, കോമ 6 ഉണ്ട്. ഐഷക്കാണ് ചാൻസ്. സർ ഈസ് 6 അല്ലേ പറഞ്ഞേ? ഈസോ, ഒന്ന് സിംഗുലർ വെർബ്, ഒന്ന് പ്ലൂറൽ വെർബ്. 6 പറഞ്ഞോ. 6. എന്തുകൊണ്ടാണ് 6 പറയാൻ കാരണം? മിസ്റ്റർ വള്ളുവൻ. വെറുതെ ഒന്ന് കമ്പനിക്ക് ഇരിക്കട്ടെ അത് ചോദിച്ചു പറഞ്ഞാണ്. അല്ലല്ല, അവിടെ രണ്ടാളിനെ പറയുന്നുണ്ടല്ലോ, മിസ്റ്റർ വള്ളുവൻ എന്ന് പറഞ്ഞിട്ട് ഒരാളും. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഐഷ ചിന്തിച്ചിട്ടുണ്ടോ, ഒന്ന് വള്ളുവനുണ്ട്, അതുപോലെ തന്നെ അവന്റെ ഭാര്യയുണ്ട്, ഭാര്യയും ഭർത്താവും ഉണ്ട്. അപ്പൊ 2 പേരുണ്ട്, പ്ലൂറലാണെന്ന് ഐഷ ചിന്തിച്ചു. ഐഷയുടെ ലോജിക്കിനെ ഞാൻ മാനിക്കുന്നു. യെസ്, പക്ഷെ ആദ്യം പറയുന്ന ഈസാണ്. ഐഷ, ഈ വാചകത്തിന്റെ അർത്ഥത്തില് ഈ ആസ് വെൽ ആസ് ആണ് ഈ പ്രശ്നക്കാരൻ. ആസ് വെൽ ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതുപോലെ തന്നെ എന്നാണ് മലയാളത്തിൽ ഏതാണ്ട് പറയുന്നത്. മിസ്റ്റർ വള്ളുവൻ അതുപോലെ തന്നെ അവന്റെ ഭാര്യ. അപ്പൊ എപ്പോഴും ഒരു കാര്യം ഓർത്തിരിക്കുക, ആസ് വെൽ ആസ് വന്നു കഴിയുമ്പോൾ അതുപോലെ തന്നെ. യെസ്, ആരതി എന്തുകൊണ്ടാണ് ഈസ് പറയാൻ കാരണം? സാറ്, എനിക്ക് ഇതിനു മുമ്പ് ഈ ആസ് വെൽ ആസ് ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ വരുമ്പോ അതിനുശേഷം വരുന്നതാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞൊരു ഓർമ്മ. അപ്പൊ ഹിസ് വൈഫ് എന്ന് പറയുമ്പോ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ആരതി, വെരി ഗുഡ് വെരി. അതാണ് എന്റെ ശരി. ആസ് വെൽ ആസ് കഴിഞ്ഞതിന് ശേഷം വരുന്ന സബ്ജക്ട് ഏതാണോ അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ അവിടെ ഈസ് ആണ് കറക്റ്റ്. അടുത്തത് റസീനയോടാണ് അടുത്ത ചോദ്യം. ചോദ്യം ഇതാണ്, ഈച്ച് മാൻ എ man dash about 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 നീ അക്കത്തിലെത്തിക്കും 14 glasses of GLASSES glasses of
water every day. Every day. Okay. Now, each man dash about 14 glasses of water every day. Bracket need, N-E-E-D, need, comma, needs, N-E-E-D-S, needs. Bracket close. Rosina, പറഞ്ഞോളൂ. നീഡ്സ് എസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അപ്പൊ സബ്ജക്ട് സിംഗുലർ ആയിട്ടല്ലേ റസീന എടുത്തേക്കണേ? ഈച്ച് മാൻ നീഡ്സ്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിലാണ് എസ് വരുള്ളൂ. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ എസ് ഉണ്ടാവില്ല. ഇത് അപ്പോ ഉറപ്പിക്കൂ. നീഡ് ഇനി പറ്റുമോ? ഇല്ല. നമുക്കൊരു വിദഗ്ധ അഭിപ്രായത്തിന് വേണ്ടിട്ട് അനുവിനെ വിടാം. അനു സാർ ഞാൻ എഴുതിയിട്ടില്ല കേട്ടാ. ഞാൻ കൊച്ചു പറഞ്ഞു എന്റെ കയ്യില് കൊച്ചാണ് എഴുതിയിട്ടില്ല. റെഡി. അനു, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഈച്ച് മൺ എന്ന് പറയുമ്പോ അത് നമുക്ക് പ്ലൂറൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമല്ലേ? അതൊക്കെ സ്വന്തമായിട്ട് ചിന്തിച്ചു ഉത്തരം കൊടുക്കും. നീഡ് ഉണ്ട്, നീഡ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടില്ലേ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് ആണ്. വിൻ അല്ല, വിൻസ് ദ റേസ് എന്ന് പറഞ്ഞ പോലെ സ്ലോ ആൻഡ് സ്റ്റഡി എന്നുള്ള നമ്മൾ സിംഗിൾ ആയിട്ടാണ് പരിഗണിക്കുന്നത്. യെസ്, ഓക്കെ, പറഞ്ഞോളൂ. എനിക്ക് കൺഫ്യൂസിംഗ് ആണ് സാർ. ഒരു സ്ഥലത്ത് ഉറക്ക്, നമുക്ക് ലെക്ക് ഉണ്ടാകുന്നറിയാം. തമ്മിൽ ഭേദം എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് ഇതാണ് കുറച്ചും കൂടി സാധ്യത എന്ന് തോന്നൂല. അതിനകത്ത് ഒരെണ്ണത്തെ ഉറപ്പിക്കും. ഹലോ, ഉറപ്പിക്കൂ. യെസ്, അനുവിന് കൺഫ്യൂഷൻ ആണ്. യെസ്, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, കൺഫ്യൂഷൻ ഇല്ലാത്ത ഒരാളെ വിളിക്കാം. ഹരിത സാർ ഞാനിപ്പോ ക്ലാസ്സിൽ കയറിയതേ ഉള്ളൂ സാർ. അപ്പൊ എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല. അത് കുഴപ്പമില്ല. യെസ്, നീഡ്സ് ആണ് കറക്റ്റ് ആൻസർ. നീഡ്സ് ആണ്. യെസ്, ഓക്കെ. റസീന ആദ്യം ശരി പറഞ്ഞു, പിന്നെ റസീനക്ക് തോന്നുന്നു ശരി പറഞ്ഞ യെസ്, ഓക്കെ. അതാണ് കാരണം. ഈച്ച് ഓരോരുത്തരും അപ്പൊ അതെന്താണ് സിംഗുലർ ആണ്. യെസ്, ഓക്കെ. അതുകൊണ്ടാണ് അത് വരാൻ കാരണം, നീഡ്സ് വരാൻ കാരണം. ഈച്ച് വരുന്നപ്പോ സിംഗുലർ വരാനുള്ള കാരണം ഇതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. അറേബ്യൻ, ARABIAN, Arabian Nights, N capital NIGHTS, Arabian Nights dash interesting book. ഒന്നുകൂടി പറയാം. അറേബ്യൻ നൈറ്റ്സ് ആൻഡ് ഡാഷ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറ്റി പറഞ്ഞെന്താണ്? ബുക്ക്. യെസ്, അപ്പോ ഈ ചോദ്യം ഹരിതയ്ക്ക് വരാം. ഹരിത കേട്ടില്ലേ? സാർ നെറ്റ് കട്ടായപ്പോ ഒന്നുകൂടെ പറയൂ സെന്റൻസ്. അറേബ്യൻ നൈറ്റ്സ് dash interesting book. ബ്രാക്കറ്റില് ഈസ് കോമ ആർ. മുമ്പത്തെ ആൻസർ എന്തായിരുന്നു?
നീഡ്സ് NEEDS നീഡ്സ് സിംഗുലർ ആണ്. യെസ് ഹരിത ഇതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞോ കേട്ടോ, ആലോചിച്ചിട്ട് പറഞ്ഞാൽ. നൈറ്റ്സ് ആണ് NIGHTS നൈറ്റ്സ്. ഈസ് ആണോ സാർ? നൈറ്റ്സ് ആണ്, നൈറ്റ് അല്ല നൈറ്റ്സ് ആണ്. ഡൗട്ട് ഉണ്ട് സാർ. ഡൗട്ട് ഉണ്ട്, അന്ന് നോക്കി ഉറപ്പിക്കും. ഈസ് വേണോ ആറ് വേണം? ഈസ് ആണ്. ഈസി ഉറച്ചു വെക്കുന്നു അല്ലേ? അവിടെ നിൽക്കട്ടെ ഹരിത, ഞാൻ വരാം. ആൻസിയുടെ അഭിപ്രായം എന്താണ്? സാർ എന്റെ അഭിപ്രായം 6 എന്നാണ്. കാരണം നൈറ്റ്സ് വന്നിരിക്കുന്നോണ്ടാണ് ഞാൻ 6 ഇട്ടത്. യെസ്, അപ്പൊ ആൻസി ഇട്ടത് തെറ്റാണ്. നൈറ്റ് കുഴപ്പമുണ്ടായില്ല, നൈറ്റ്സ് ആയതുകൊണ്ടാണ് 6 ഇട്ടത്. ഓക്കെ, ഞാൻ ഒരാളോട് ചോദിക്കാം. പ്രവീണയുടെ അഭിപ്രായം എന്താണ്? ഈസ് ബുക്ക് ആയോണ്ട് സിംഗുലർ അല്ലേ ബുക്ക്? സിംഗുലർ അല്ലേ? യെസ്. അപ്പൊ പ്രവീണക്കും ഹരിതയ്ക്കും സിംഗുലർ ആയതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ ആൻസി. ഭൂരിപക്ഷം അവരായി പോയില്ലേ? ഇവിടെ നമ്മൾ നോക്കണം, ശ്രദ്ധിക്കണം. സാറാണ് എല്ലാരും തെറ്റിപ്പിക്കുന്നത്. നമ്മൾ കറക്റ്റ് പറയുമ്പോ സാറാണ്. അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇനി നിങ്ങളത് മറക്കൂല. യെസ്, ഓക്കെ, ഇനി നിങ്ങളത് മറക്കരുത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് വിഷയത്തോട്ട് വരാൻ ആൻസി നോട്ട് പറയും. നോക്കി, നൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മൾ ഉടനെ തന്നെ കയറെടുത്തു. യെസ്, അങ്ങനെ എടുക്കണ്ട. അറേബ്യൻ നൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു പുസ്തകത്തിന്റെ പേരാണ്. ഒരു പുസ്തകമാണ്, ഒറ്റ ബുക്ക്. ആ ബുക്കിന്റെ പേരാണ് അറേബ്യൻ നൈറ്റ്സ്. ആൻസിക്ക് ആലോചിക്കാമായിരുന്നു, ആ ലാസ്റ്റ് ഒരു ബുക്ക് എടുക്കണ്ടായിരുന്നു. ഇതിന്റെ അകത്ത് ഞാൻ മനഃപൂർവ്വം വിട്ടൊരു സംഗതി ഉണ്ടായിരുന്നു. ആ വിട്ട സംഗതി എന്ന് പറഞ്ഞാല് ആ ഇൻട്രസ്റ്റിംഗ് ഉള്ള സ്ഥലത്തിന്റെ തൊട്ട് മുന്നിൽ ഒരു ആൻ കിടപ്പുണ്ട്. ആ ആൻ ഒരു വീടും ഇനി ചേർക്കണ്ട. കാരണം ഞാനത് വിട്ടതാണ് മനഃപൂർവ്വം. കാരണം ബുദ്ധി ഉള്ളവരാണെങ്കിൽ അവിടെ ഇട്ട് പിടിക്കാം. ആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പുസ്തകം എന്നാണ്. ആൻ ഏതാണ്? അല്ലെങ്കിൽ ആൻ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എന്നാണ്. അപ്പൊ സിംഗുലറേ ആവൂ. അങ്ങനെ പിടിക്കാം എന്ന് നിങ്ങൾ പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മനഃപൂർവ്വം അവിടെ ആൻ ചേർക്കാതിരുന്നത്. അപ്പൊ ഇനി നിങ്ങൾ ചേർത്തോ. അതായത് അറേബ്യൻ നൈറ്റ്സ് ഡാഷ് ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക് എന്നാണ്. ആൻ ഞാനവിടെ അതായത് ചേർക്കാതിരുന്നത് ഈ കാരണം കൊണ്ടാണ്. ആൻ കൂടെ അവിടെ ഉണ്ട് കേട്ടോ. യെസ്, അപ്പൊ ആൻസി ദാറ്റ് ഈസ് എ നെയിം ഓഫ് എ ബുക്കാണ്. അത് പുസ്തകത്തിന്റെ പേരാണ്. അപ്പൊ അങ്ങനെ വിചാരിച്ചാൽ ഓക്കെ. ചിലപ്പോ ആ ബുക്ക് എന്നുള്ളതിന് പകരം അവിടെ സ്റ്റോറി എന്ന് ഞാൻ ആദ്യം പറയാൻ വിചാരിച്ച് അറേബ്യൻ നൈറ്റ്സ് ഡാഷ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. യെസ്, അപ്പൊ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കറക്റ്റ് പറയുമായിരുന്നു സാർ. യെസ്, ബുക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് കുഴപ്പമായത് അല്ലേ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഈ കഥ അറിയാലോ, അറേബ്യൻ നൈറ്റ്സ് ഞാൻ കഥ കേട്ടിട്ടില്ലേ? ഓക്കെ ഐഷ, ഓക്കെ, അത് സുൽത്താന്റെ കഥയാണ്. പൈസ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ വേറെ ഇന്നത്തെ ക്ലാസ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് മുന്നേ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഐഷ, അടുത്ത ചോദ്യം. ഫിസിക്സ് PHYSICS ഫിസിക്സ് ഡാഷ് an important subject. An important subject. ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആർ ഉണ്ട്. നർമ്മിത, ഇറ്റ് ഈസ് യുവർ ടേൺ. സർ, ഫിസിക്സ് ഡാഷ് ആൻ ഇമ്പോർട്ടന്റ് സബ്ജക്ട്. ബ്രാക്കറ്റിൽ ഈസ് ഉണ്ട്, ആർ ഉണ്ട്. ബോയ് എന്ന് പറയുമ്പോൾ ഒരാള്, ബോയ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ. ഗേൾ എന്ന് പറയുമ്പോൾ ഒരാള്, ഗേൾസ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ. പറഞ്ഞോളൂ. സർ, ഫിസിക്സ് ഡാഷ് ആൻ ഇമ്പോർട്ടന്റ് സബ്ജക്ട് അല്ല സർ? ഫിസിക്സ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് സബ്ജക്ട്. ഉറപ്പിച്ചോ? മാറൂ? ഓർപ്പിച്ചു സർ.
ഉറപ്പിച്ചു. പ്രവീണ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഈസ്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഉറപ്പിച്ചാൽ പിന്നെ ഞാനായിട്ട് ഇതിൽ പറയുന്നത് കറക്റ്റ് ആണ്. ഫിസിക്സ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ടെസ്റ്റിൽ അവസാനിക്കുമ്പോൾ 6 ചേർക്കാൻ തോന്നും. പക്ഷെ ഇതിനകത്ത് ഞാൻ അറിയാതെ പറഞ്ഞു പോയൊരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ അറിയാണ്ടത് വീണുപോയി. വീണ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കൺഫ്യൂഷൻ പെട്ടെന്ന് പിടികിട്ടും. പിന്നെ മിണ്ടാണ്ട് പോയതാണ്. ആൻ വരുമ്പോ തന്നെ അറിയാം ഇത് എന്താണെന്ന്. അങ്ങനെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഫിസിക്സ് മാത്രമേ പറഞ്ഞോളൂ. മാത്തമാറ്റിക്സ് എങ്ങനെയാണ്, ഇക്കണോമിക്സ് എങ്ങനെയാണ്. എസ്സിൽ അവസാനിക്കും, പക്ഷെ സബ്ജക്ട് സിംഗിൾ ആണ്. ഫിസിക്സ് എന്നുള്ളതിന്റെ മലയാളം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഊർജ്ജതന്ത്രം എന്നാ പറയുന്നത്. ഊർജ്ജതന്ത്രങ്ങൾ എന്നല്ല, ഊർജ്ജതന്ത്രം. യെസ്. അടുത്ത ജിൻസിക്കാണ് അടുത്ത ചോദ്യം. ദി ഓഡിയൻസ്, AUDIENC, ഓഡിയൻസ് dash waiting, WAITING, waiting for law, LONG, law. ഞാൻ കൂടി പറയാം. The audience dash waiting, WAITING, കാത്തു നിൽക്കുക, waiting for law, LONG. ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ has been, HAS, has been, BEN, comma, has been, comma, have been, HAVE, have been. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഒരു 1-2 മിനിറ്റ് എടുത്തോ. സാറെ മൊത്തം കൺഫ്യൂഷനാ. ഞാൻ ഹാസ് ബീൻ പറയുന്നു. മൊത്തം ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ഒരാളല്ല, ഒന്നിൽ കൂടുതലുണ്ട്. എന്താ പറയാ? Has been. ഓ, ആരതിക്ക് തോന്നുന്നു? സർ ഓഡിയൻസ് പറയുമ്പോ ഒന്നിൽ കൂടുതലല്ലേ? ഒന്നിൽ കൂടുതലാണ്. ഹാവ് ബീൻ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ സംശയങ്ങൾ ഉണ്ടാവണം. മൊത്തം ജിൻസി പറഞ്ഞില്ലേ കൺഫ്യൂഷൻ. ഈ കൺഫ്യൂഷൻ നമ്മൾ ക്ലിയർ ചെയ്ത് പോകുമ്പോൾ പിന്നെ പ്രശ്നമില്ല. യെസ്, ഇവിടെ നർമ്മിത പറഞ്ഞതും ജിൻസി പറഞ്ഞതുമാണ് കറക്റ്റ്. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് കളക്റ്റീവ് നൗൺ എന്നാണ്. അപ്പൊ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ കുറെ അധികം ആളുകൾ ആകുമ്പോഴാണ് ഓഡിയൻസ് വരുന്നത്. പക്ഷെ ആ ഓഡിയൻസിനെ ഒറ്റ ഇതിലാണ് പറയുന്നത്, എല്ലാവരും കൂടി ഒറ്റ. ആ ഓഡിയൻസ് എന്നൊരു വാക്കിൽ എല്ലാവരും ഉണ്ട്. യെസ്, ഓക്കെ. ഓഡിയൻസ് മീൻസ് എല്ലാവരും, കളക്റ്റീവ് നൗൺ എന്നാണ് ഇതിനെ പറയുന്നത്. യെസ്, അപ്പൊ അതുകൊണ്ട് അവിടെ വരുന്നത് ഏതാണ്? ഈസ് ആണ്, അല്ല ഹാസ് ബീൻ ആണ് കറക്റ്റ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് ഐഷക്കാണ് ചോദ്യം. The government GOVERNMENT ഗവൺമെന്റ് എന്ന് പറയാ അറിയാലോ. മുഖ്യമന്ത്രി, മന്ത്രിമാര്, അവരെല്ലാവരും പെടുന്നതാണ്. ഗവൺമെന്റ് ഡാഷ് ഓൾറെഡി, ALREADY, ഓൾറെഡി approved, APP ROVED, approved it, IT. ഒന്നുകൂടി പറയാം. The government dash already approved it. ബ്രാക്കറ്റില് has, comma, have, HAVE, have. Aisha, it is your turn. ഓരോരുത്തരും ഒരു ഉത്തരത്തിൽ എത്തിച്ചേരണം കേട്ടോ, മനസ്സുകൊണ്ട്. അത് നമുക്ക് കറക്റ്റായിട്ട് വരാം. അപ്പൊ ഗവൺമെന്റ് എന്ന് പറയുമ്പോ കുറച്ചധികം ആൾക്കാരില്ലേ ഐഷ?
സർ പക്ഷേ ആ മുഴുവൻ മേഖലയും കൂടി ഒറ്റ വേർഡിൽ പറയല്ലേ? വെരി ഗുഡ്, ഇന്റലിജന്റ്. കറക്റ്റ് ആണ് ഐഷ പറഞ്ഞത്. ആ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും മന്ത്രിമാർ അവരെല്ലാം ചേരുമ്പോഴല്ലേ ഗവൺമെന്റ് ആവുന്നത്. പക്ഷെ അതെല്ലാവരെയും കൂടി ഒരുമിച്ച് പറയുന്ന ഒരു കളക്റ്റീവ് വേർഡാണ് ഗവൺമെന്റ്. യെസ്. അപ്പൊ അത് സിംഗിളർ ആയിട്ട് പരിഗണിച്ചാൽ മതി. അവിടെ ഹാസ് ആണ് കറക്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം അനുവിനോടാണ്. ഇവർക്ക് ചോദ്യം എഴുതി. The committee COMMITTEE, the committee dash seized 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 of the matter. The committee dash seized of the matter. Okay, ബ്രാക്കറ്റിൽ R comma is. Okay, ആലോചിച്ച് പറഞ്ഞാൽ മതിയോ? ഈസ്. ഉറപ്പില്ലല്ലോ? ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പാണ്. ഓക്കെ, നമുക്കൊരു ആളെ കൂടി വിളിക്കാം. ഹരിത, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? സാർ ഈസ് ആണ്. ഈസ് ആണ്. കറക്റ്റ് ആണ്. രണ്ടുപേരും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി എന്റെ മാറ്റം വരുത്തുന്നില്ല. ഈസ് കറക്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കമ്മിറ്റി എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അകത്ത് പ്രസിഡന്റ് ഉണ്ടാവും, വൈസ് പ്രസിഡന്റ് ഉണ്ടാവും, സെക്രട്ടറി ഉണ്ടാവും, ജോയിന്റ് സെക്രട്ടറി ഉണ്ടാവും, ഖജാൻജി ഉണ്ടാവും, പിന്നെ രണ്ടാം മൂന്നാം കമ്മിറ്റി ഒക്കെ എല്ലാവരും കൂടി ചേരുമ്പോഴാണ് കമ്മിറ്റി. യെസ്. അപ്പൊ നമുക്ക് പറയാം കറക്റ്റ് ആൻസർ ആണ് ഈസ് ആണ്. ഓക്കെ, അത് ഒരു കളക്റ്റീവ് നൗൺ ആണ്. ഇതിനകത്ത് ചില സ്ഥലത്തൊക്കെ എക്സെപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഓഡിയൻസ് ആരും ശ്രദ്ധിച്ചോട്ടോ. ഓഡിയൻസ് ഈ സിറ്റിംഗ് ഇൻ ദ ഹാൾ ഈസ് ആണ് അവിടെ. കറക്റ്റ്. ഞാൻ അടുത്ത സെന്റൻസ് പറയാം, ശ്രദ്ധിച്ചു. ഓഡിയൻസ് dash leaving 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 by the front door. Yes, ബ്രാക്കറ്റിൽ ഈസ് ഉണ്ട്, കോമ ആർ ഉണ്ട്. യെസ്, റസീന, ഇറ്റ് ഈസ് യുവർ ടേൺ. സാർ ഞാൻ കേട്ടില്ല. Yes. The audience that leaving LEAVING leave by the front door. Bracket is in the R. അപ്പൊ നേരത്തെ നർമ്മിതിയും ജിൻസിയും പറഞ്ഞപ്പോൾ ഈസാണ് പറഞ്ഞത്. ഇവിടെ എന്താ റസീന ആറ് പറഞ്ഞ? വെറുതെ ഒന്ന് കറക്കി കുത്തി നോക്കിയതാണ് സാർ. പോയി ലോട്ടറി ടിക്കറ്റ് എടുത്തോ, നല്ല ഭാഗ്യമാണ്. അല്ല, ഫസ്റ്റ് ടൈം പറഞ്ഞപ്പോ ശരിയായില്ലേ? ഫസ്റ്റ് ടൈം പറഞ്ഞപ്പോ ശരിയായില്ലേ? നീഡ്സ്. പിന്നെ ഞാൻ ഒന്നുകൂടി പറഞ്ഞപ്പോ തെറ്റിയത് നീഡാക്കി. ആദ്യം ഞാൻ ശരി പറയും. ആണോ? ഇതേ സാധാരണഗതി ക്രിസ്ത്യൻസിന്റെ ഇടയില് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുറി വാങ്ങുക എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അനുവിന് അറിയാൻ പറ്റും, ആൻസിക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോ ഈ പള്ളിയിൽ വരാത്ത ആളുകളെയൊക്കെ പള്ളിയിൽ അച്ഛന് വികാരി പിടിക്കണം അവിടെയിട്ടാണ്. അപ്പൊ ഇതൊക്കെ പഠിച്ചു കേൾപ്പിക്കണം. ഓക്കെ ആൻസി, പെൺകുട്ടികളെ അതൊക്കെ പഠിച്ചു കേൾപ്പിക്കും. അപ്പൊ അത് പഠിച്ചു കഴിയും. അപ്പൊ അതുവരെ പള്ളിയിൽ പോകാത്ത ആൾക്കാരൊക്കെ ഇത് കുടി കിട്ടിയാലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. യെസ്.
അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, ഇത് വായിക്കാനായിട്ട് അച്ഛൻ ചെന്ന് സോപ്പിടും. അപ്പൊ അച്ഛൻ ആരും സമ്മതിക്കില്ല. പുള്ളി അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇതൊക്കെ പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഒരു പുസ്തകം കൊണ്ട് പഠിച്ചിട്ട് വരാൻ പറഞ്ഞു വിടും. അല്ലെങ്കിൽ കല്യാണം കഴിക്കണ്ടെന്ന് പറയും. യെസ്, ഇത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു. ഇനി സംഭവത്തോട്ട് വരാം. അപ്പൊ നമ്മുടെ കഥയിലെ ഒരു നായകൻ ഇതേപോലെ പള്ളിയിലൊന്നും അങ്ങനെ പോകുന്നതിനെ കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാത്ത ഒരാള് ഈ കുറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം പഠിച്ച് എന്നുള്ള ഉറപ്പിൽ പോവുകയാണ്. അപ്പോ അവിടെ ചെന്ന് കഴിയുമ്പോ ഈ അച്ഛൻ ചോദിച്ചു, ദൈവത്തിന്റെ കൽപ്പനകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ 10 ഉണ്ടത്. അപ്പൊ പുള്ളി വേറെ പറഞ്ഞു 10. പുള്ളി അപ്പൊ ഒന്ന് വെറുതെ ചോദിച്ചു 10 ഉള്ളത്. അപ്പൊ പുള്ളി ഒന്നുകൂടി കൂട്ടി 11. 11 ഉറപ്പിച്ചോ? 12. 12 ആണല്ലോ. അപ്പൊ പുള്ളി ഒന്നുകൂടി കൂട്ടിയിട്ട് 13 അച്ഛൻ. അങ്ങനെ പറഞ്ഞു 100 വരെ എത്തി. 100 വരെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് അച്ഛന് മനസ്സിലായി ഇവ പഠിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ആ പുസ്തകം കൊടുത്തിട്ട് പറഞ്ഞു, നീ വഴിയാൾക്ക് ഒന്നുകൂടി പോയി പഠിച്ചിട്ടൊക്കെ മതി എന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ പുള്ളി വിഷമിച്ച് അവിടെ നിന്ന് പുറത്തോട്ട് വരികയാണ്. അപ്പൊ ആ പള്ളിയുടെ ഗേറ്റ് കിടന്നപ്പോ ഇതുപോലെ തന്നെ കുറി വാങ്ങിക്കാനായിട്ട് വേറൊരാൾ പോകും. അപ്പൊ അവനോട് നമ്മൾ ആദ്യം വന്ന ആള് ചോദിച്ചു, എടേ ഈ ദൈവത്തിന്റെ കൽപ്പനകൾ എത്ര ഉണ്ട്? അപ്പൊ അവൻ പറഞ്ഞു 10. നിന്റെ 10 കൊണ്ട് അങ്ങോട്ട് ചെല്ല്, ഞാൻ അവിടെ 100 വരെ പറഞ്ഞു, എന്നിട്ട് പോയി രക്ഷ കിട്ടിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് റസീന. ആദ്യം ഒന്നും പറയും, ഇത് ശരിയാവൂല, ഒന്ന് മാറ്റിയേക്കാം എന്ന് പറയും. അപ്പോ ഇവിടെ 6 പറഞ്ഞു. റസീനയുടെ ഉത്തരം കറക്റ്റാണ്. കാരണം എന്താ പറയുക, നേരത്തെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് ഓഡിയൻസ് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അവർ ഗ്രൂപ്പായിട്ടാണ്. ഇവിടെ അങ്ങനെയല്ല, അവര് ഫ്രണ്ട് ഡോറിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 1 by 1 ആയിട്ടാണ് പോകുന്നത്. അപ്പൊ പ്ലൂറൽ. അപ്പൊ ഓഡിയൻസ് എന്ന് പറയുന്ന വേർഡ് കാണുമ്പോ തന്നെ നിങ്ങൾ ഈസാണോ ആറാണോ എന്ന് കണ്ണടച്ച് പറയരുത്. നിങ്ങളപ്പോ എന്ത് ചെയ്യണം, ആ സിറ്റുവേഷൻ കൂടി നോക്കണം. ഇത് എങ്ങനെയാണ് കളക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലാണോ നമുക്ക് നോക്കണം. ദാറ്റ് ഈസ് അവർ കോമൺ സെൻസ്. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം വരാം. അവിടെ എന്ത് വരും നിങ്ങളൊന്ന് ആലോചിച്ച് പറയും. ഈ ചോദ്യം എല്ലാവരോടും കൂടിയാണ്. The audience dash children, CHILDREN, children dash children. ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, കോമ 6 ഉണ്ട്. ഈസ് ഉണ്ട്, കോമ 6 ഉണ്ട്. യെസ്, ഓരോരുത്തരും മനസ്സുകൊണ്ട് ഒരു സ്ഥലത്ത് നിൽക്കുക. ആൻസി പറയൂ. സാറേ തെറ്റ് പറയുന്നത് എന്നോട് ഞാൻ ആദ്യം ചോദിച്ചു. സാറേ ഞാൻ ഈസാണ് പറയുന്നത്. കാരണം ഓഡിയൻസ് ഡാഷ് ചിൽഡ്രൻ എന്നല്ലേ സാർ ക്വസ്റ്റ്യൻ ചോദിച്ചേ? ഓഡിയൻസ് ഡാഷ് ചിൽഡ്രൻ, ചിൽഡ്രൻ എന്നല്ലേ വരുന്നുള്ളൂ, ചിൽഡ്രൻസ് എന്ന് വരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈസ് ഇട്ടത്. അവിടെ നിൽക്കട്ടെ. പ്രവീണ. യെസ്, പ്രവീണ കുറച്ച് പോലും വിചാരിക്കാം. നർമ്മിത. ആറാണ് സർ. നർമ്മിത. പ്രവീണ എന്താണ്? ഓക്കെ. ജിൻസി. സർ. ആരതി. സർ എനിക്ക് ഈസി ആയിട്ടാ തോന്നിയത്. എനിക്ക് ഈസി ആയിട്ടാണ് തോന്നിയത്. അനു. സാർ 6 കറക്റ്റ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ, ഞാൻ വരാം. ഹരിത. സർ 6. റസീന. നല്ലപോലെ എഴുതറാ പറയുന്ന പോലെ ഇങ്ങനെ റസീന. എഴുതും.
സാർ ചെറിയതായിട്ട് ഈസ് എഴുതും കേട്ടോ. ഈസ് ഈസ്. ആ അപ്പൊ നമ്മുടെ ആൻസിക്ക് ഞാൻ വിചാരിച്ച ആൻസിക്ക് ആരും കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. യെസ്, ഓക്കെ. ഐഷ ഈസ്. ആ 3 പേര് അവിടെ ഉണ്ട്, 2, 4, 6 പേര് ഇപ്പുറത്തുണ്ട്. യെസ്, ഭൂരിപക്ഷത്തിനൊപ്പം കൂടുക അല്ലേ? കറക്റ്റ് ആൻസർ 6ആണ്. നോക്കി ആൻസിക്ക് അവിടെ മിസ്റ്റേക്ക് പറ്റിയെന്ന് അറിയുമോ? ചിൽഡ്രൻസ് എന്നൊരു വാക്കില്ല. ചൈൽഡ് എന്ന് പറഞ്ഞ ഒരാള് ഒന്നിൽ കൂടുതലാവുന്ന എന്തായി? ചിൽഡ്രൻ ആയി. കേട്ടാ, ചൈൽഡിന് പ്ലൂരല് ചിൽഡ്രൻ ആണ്. ചിൽഡ്രൻസ് വാക്കില്ല. ചിൽഡ്രൻസ് പിന്നെ വരും എപ്പോഴാണെന്നറിയാമോ? അപ്പോസ്ട്രോഫീസ് വെച്ച് എഴുതൂലേ, ആ സമയത്താണ് അത് വരുന്നത്. ഓഫ് ചിൽഡ്രൻ എന്ന അർത്ഥത്തില് അപ്പോസ്ട്രോഫീസ് വെച്ച് വരുമ്പോഴാണ് അത് വരുന്നത്. യെസ്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ സെപ്പറേറ്റ് ചെയ്യാണ്, റെഫർ ചെയ്യാണ് ഇൻഡിവിജ്വൽ ആയിട്ട്, കുട്ടികളാണ്. യെസ്, 6ആണ് കറക്റ്റ് ആൻസർ. യെസ്, ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ ഞാനിതൊക്കെ നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. കൺഫ്യൂഷൻ വരുമ്പോൾ നിങ്ങൾ അത് ഓർത്തിരിക്കും. യെസ്, ഓക്കെ. യെസ്. ഇനിയിപ്പോ നമുക്കൊരു 5-8 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പൊ ഞാൻ 2-3 ചോദ്യങ്ങൾ ചോദിക്കാം. സാർ ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. സാർ ഇതുപോലെ ഇതുവരെ പഠിപ്പിച്ചെല്ലാം ഇങ്ങനെ റിവിഷൻ ചെയ്യിപ്പിക്കാമോ? യെസ്, ഓക്കെ 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 ഓക്കെ, നമുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ. യെസ്, ഇത് നിങ്ങളൊന്നും പേടിക്കണ്ട. നമ്മളിത് ലാസ്റ്റ് ഒരു 4-5 ക്ലാസ് ആവുന്നില്ലല്ല, നമ്മൾ പിന്നെ ഈ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് ഇത്. യെസ്. അപ്പൊ അത് ഒന്നും ഞാൻ നോട്ടായിട്ട് നിങ്ങൾക്ക് ഇത് തരില്ല. നമ്മൾ ഇവിടെ ഇരുന്ന് ഓരോന്ന് കുറേശ്ശെ ചെയ്ത് അങ്ങോട്ട് പോകും. യെസ്, അത് അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ഫോൺ കോൾ. പ്രതീക്ഷിക്കുന്നു, സാറേ 100 out of 100 യെസ് എന്ന് ഒരു വാക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യെസ്, സാറേ 100. അങ്ങനെ വളരെയധികം കുട്ടികളെ എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, സാറേ സൂപ്പർ 100 out of 100. ചിലപ്പോ അത് പറയുന്നത് ചിലപ്പോൾ കോൺവെക്കേഷൻ സെറിമണിക്ക് വരുമ്പോൾ പറയും. ഏറ്റവും കൂടുതൽ ഞാൻ പേടിച്ചിരുന്നത് എന്താണ്? ഇംഗ്ലീഷാണ്. പക്ഷെ ഇംഗ്ലീഷിൽ എത്രയാണ് സാർ? പാസ് മാർക്ക് എത്രയാണ്? 100 ഔട്ട് ഓഫ് പാസ് മാർക്ക് അതിന് 35%. എല്ലാത്തിനും അങ്ങനെയാണ്. 35% ഇസ് ദ പാസ് മാർക്ക്. യെസ്. അതെങ്കിലും വാങ്ങാനായിട്ടായിരുന്നു സാറേ ചോദിച്ചു. അല്ല, അതെങ്കിലും വാങ്ങണം, അതുകൊണ്ടാ ചോദിച്ചത് എത്രയാണെന്ന്. സയൻസ് നോക്കിക്കോ, ഒരു 70% മുകളിൽ മാർക്ക് ഉണ്ടാവും. യെസ്, പഠിക്കണ്ട. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ ഒരു ക്ലാസ്സിലെ കുട്ടി ഉണ്ടല്ലോ ഇതേപോലെ ഇടക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞേ നിങ്ങളെ ഇതൊന്ന് റെഡിയാക്കി പഠിക്കുക, റെഡിയാക്കി പറഞ്ഞാൽ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങള് വീടിന്റെ അരികത്ത്, റോഡിന്റെ അരികത്താണ് നിങ്ങളുടെ വീടെങ്കിൽ ഒരു ബോർഡ് എഴുതിയിട്ട് ആ റോഡിന്റെ ഫ്രണ്ടിൽ വെച്ച് ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുന്നതാണ്. ചിലപ്പോ ഒരു കുട്ടിയെ വരുള്ളൂ. ചിലപ്പോ ഈ എന്റെ ഇപ്പോഴത്തെ ഈ പാഠ്യപദ്ധതിയുടെയും പഠിപ്പിക്കുന്ന രീതിയും വെച്ചിട്ട് അതിൻ്റെ അകത്ത് താല്പര്യമില്ലാത്ത ഒരുപാട് മാതാപിതാക്കന്മാരുണ്ട്. അപ്പൊ അവരിത് കാണുന്ന വിവരമുള്ള ആളുകളേക്കും കുറച്ച് ഗ്രാമർ കാര്യങ്ങളൊക്കെ അറിയട്ടെ. ഇത് അല്ലാണ്ട് ഇത് ഹോൾ പാസ് പോലെ ഇങ്ങനെ നിങ്ങൾ നോക്കി ചില 8ലേക്ക് പിള്ളേരെടുത്തിട്ട് ഒരു മലയാളം വായിക്കാൻ അറിയില്ല. യെസ്, ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മകള് വീട്ടിൽ ട്യൂഷനുകളുണ്ട്. അപ്പൊ ഞാൻ താഴെ നിന്ന് കേൾക്കാറുണ്ട്. അപ്പോ ഒരു കൊച്ചു വന്നിട്ട്, ഒരു കുട്ടിയുടെ അമ്മ വന്നിട്ട് മകളോട് പറയാൻ കേട്ടത്, ഇവരെ ഒന്നും പഠിപ്പിക്കില്ല, മലയാളം വായിക്കാനും എഴുതാനും മാത്രം പഠിപ്പിച്ചാൽ മതി, എനിക്ക് അത്രയെങ്കിലും ഒന്ന് ആയിക്കിട്ടിയാൽ മതി. ഈ വന്ന് പറയുന്ന ഒരു ടീച്ചറാണ്. യെസ്. അപ്പൊ ഒന്ന് നോക്കി, നമ്മള് ശ്രദ്ധിച്ചാലാണ് അവര് കയറി വരുള്ളൂ. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടല്ല പിള്ളേര് നമ്മളിപ്പോ വിചാരിക്കും പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ നിൽക്കുന്നില്ല,
അവർ തോന്നി. അപ്പൊ നിർബന്ധിക്കണം. അത് മസ്റ്റാണ്. കാരണം ഇവനൊരു 20 വയസ്സാവുമ്പോൾ തിരിഞ്ഞു നിന്ന് ഹരിതയോട് ചോദിക്കുകയാണ്, ബുദ്ധി ഉറക്കാത്ത പ്രായത്തില് എനിക്ക് പഠിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞപ്പോ എന്തുകൊണ്ട് അമ്മ എന്നെ തല്ലി പഠിപ്പിച്ചില്ല അല്ലെങ്കിൽ നിർബന്ധിച്ചില്ല, അതല്ലേ അമ്മ ഒന്ന് ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉത്തരവുണ്ടാവില്ല. അപ്പൊ ചില കാര്യങ്ങൾ നിർബന്ധിക്കേണ്ട സ്ഥലത്ത് അത് അത് അങ്ങനെ നിർബന്ധിച്ച് ട്രാക്കിലോട്ട് വീണാൽ പിന്നെ നിർക്കും. യെസ്, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ കാര്യം ഫിനിഷ് ആയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ വീണ്ടും മുന്നിൽ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെക്കുക. എന്നിട്ട് അത്യാവശ്യം സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ അങ്ങോട്ട് തുണിക്കൊള്ളാൻ പറഞ്ഞു. വെറുതെ എല്ലാവരോടും കൂടെ പറഞ്ഞത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി ക്ലാസ്സിൽ സാറേ ഞാൻ ബോർഡ് വെച്ച് ഇപ്പൊ 3 പേരായിട്ടുണ്ട്. യെസ്, ഞാൻ പറഞ്ഞ അത് വെച്ച് അങ്ങനെ ആരംഭിച്ചു. പിന്നെ അത് ഡെവലപ്പ് ആവും. ആഴ്ചയിൽ 2 ദിവസം മതി. അതങ്ങനെ ആ കുട്ടി എടുക്കാൻ ഡെവലപ്പ് ആയി. പിന്നെ ആ കുട്ടി പറയുന്നതാണ്, കുട്ടീനെ പഠിപ്പിക്കുന്ന കുട്ടി പറയുന്നതാണ് ആ ഫീസ് റേറ്റ്. ഞാൻ പഠിപ്പിക്കുന്നത് ഇത്ര രൂപ, നിങ്ങളുടെ മാർക്കറ്റ് നിങ്ങൾ നിശ്ചയിക്കുന്നു, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ നിശ്ചയിക്കുന്നു. യെസ്, അപ്പൊ നിങ്ങൾ എക്സ്പെർട്ട് ആണെന്ന് തോന്നി കഴിഞ്ഞാലുണ്ടല്ല കുട്ടികൾ വരും. അതെ, എന്റെ മകന് ഇതിനെ കുറിച്ചൊന്നും അറിയാൻ പാടില്ല, സ്കൂളിൽ അതൊന്നും പറഞ്ഞു കൊടുക്കുന്ന വരും. യെസ്, അപ്പോ ഒരു രസം, ഒരു അഡീഷണൽ വരുമാനം, നിങ്ങൾക്ക് കിട്ടുന്ന പൈസ. അപ്പൊ അങ്ങനെ ചിന്തിച്ചൂടെ? ഇന്നത് കുറച്ച് പേർക്കൊക്കെ ഇതിനെ കുറിച്ച് അറിയാം. ആരതി, നമുക്കൊന്ന് ആലോചിച്ചാലോ? ആലോചിക്കാം. അനു, നമുക്കൊന്ന് ചിന്തിച്ചാലോ ഒന്ന്? യെസ്, തീർച്ചയായിട്ടും സാർ. ഓക്കെ, വെറുതെ ഒരു ബോർഡ് വെച്ച് അത് മതി. കൃത്യമായിട്ട് അത് മാത്രം വെച്ചാൽ മതി. അല്ലാണ്ട് വേറെ എല്ലാ വിഷയവും ഉണ്ട്. നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ആണ് നന്നായിട്ട് അറിയാമെങ്കിൽ മാത്സ് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഏതാണ് ഒരു ഫീൽഡ് നിങ്ങൾ എക്സ്പെർട്ട് ആയിരിക്കും. കാരണം നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ടീച്ചറെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്. ആ ടീച്ചറിനെ പഠിപ്പിച്ച വിഷയം നിങ്ങൾക്ക് ഇഷ്ടവുമാണ്. യെസ്, അത് മാത്സും അതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷും ആണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് 2 സാധനം മാത്സ്, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി. അതിൻ്റെ അകത്തുള്ള സൊല്യൂഷൻസ് അറിയാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. യെസ്, ഫിസിക്സ് എടുത്തു കൊടുക്കുന്നു പറഞ്ഞാല് പിന്നെ നിങ്ങൾ എക്സ്പെർട്ട് ആണെങ്കിൽ വേറെ അവരെ എവിടെ പോയി പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ. യെസ്, അപ്പൊ തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യും. അപ്പൊ ബോർഡിനെ കുറിച്ച്, ബോർഡൊക്കെ വെക്കാൻ പറഞ്ഞാലല്ല ചപ്പളാഴ്ച ബോർഡൊന്നും വെക്കുന്നില്ല. അത് ഒരു നല്ലൊരു ബോർഡൊക്കെ തയ്യാറാക്കുന്ന സ്ഥലത്ത് അടിപൊളി കാണുമ്പോൾ തോന്നണം കൊള്ളാലോ എന്ന് തോന്നണം. അതൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ് കോഡ്, നമ്മൾ ഉപയോഗിക്കുന്ന അത് എല്ലാത്തിനും ഒരു വാല്യൂ ഉണ്ട്. യെസ്, നമ്മൾ ഇതൊക്കെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊക്കെ വേണ്ടെന്ന് വെക്കാം. അതേപോലെ നമ്മൾ ഒരു ലെവൽ എത്തിക്കഴിയില്ലേ? ഇപ്പൊ മമ്മൂട്ടി ഇപ്പൊ സാധാരണ മുണ്ടെടുത്ത് വന്നു കഴിഞ്ഞാൽ ആ മുണ്ടാണ് പുല്ലെടുത്ത് പറഞ്ഞാൽ നമുക്ക് കാരണം വേറൊരു റേഞ്ച് പുല്ല് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. യെസ്, അത് അപ്പൊ നമുക്ക് പിന്നെ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. യെസ്, എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു ലെവൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ സിംപ്ലിസിറ്റി കാണിച്ചോ, നോ പ്രോബ്ലം. യെസ്, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു മാർക്കറ്റ് വാല്യൂ കൂടും. യെസ്, ഇത്ര ഉന്നതിയിൽ നിൽക്കുന്ന കുട്ടിയാണത്, എന്നിട്ട് ഭയങ്കര ആ സിംപ്ലിസിറ്റി കണ്ടോ, എളിമ കണ്ടോ, വിനയം കണ്ടോ എന്ന് ചിന്തിക്കും. അത് കാണിച്ചു. പക്ഷെ നമ്മൾ ബോർഡൊക്കെ വെക്കുന്നത് വെട്ടിക്കെട്ട് ബോർഡായിരിക്കണം. അത് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് തോന്നണം, ആ ഇവിടെ എന്തൊക്കെയോ സംഭവം കറക്റ്റ് ആണ് കേട്ടോ എന്നൊരു തോന്നുന്നത്. അപ്പൊ ആരതി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ആൻസി ചിന്തിച്ചിട്ടുണ്ട്. യെസ്, ബോർഡ് വെച്ചോ കേട്ടോ. അപ്പൊ അത് റെഡി ആക്കിക്കോ. അടുത്ത ജൂൺ മാസം 1 തകർക്കുന്നത്. പുതിയ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് തകർത്ത് തകർക്കുന്നത്. ഞാൻ അതിനൊരു ടിപ്പ് പറഞ്ഞത്, നിങ്ങൾ 8, 9, 10 ക്ലാസ്സുകളിൽ ടെക്സ്റ്റ് ബുക്കിന്റെ പുറകിൽ കൊടുക്കുന്നതിന് ഗ്രാമർ വായിച്ചു പഠിച്ചാൽ മതി. ഒന്ന് നോക്കിയാൽ മതി. അപ്പോ കറക്റ്റ് ആവും. അതിന് പുറകിലുണ്ട് കുറെയൊക്കെ. അപ്പൊ ഒരുമാതിരിപ്പെട്ട ലെവലൊക്കെ നമുക്ക് അതിനകത്ത് പരിഹരിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ നോട്ടിരിപ്പിലെ കയ്യില് എന്ത് സംഗതി ആണെങ്കിൽ അതിൻ്റെ അകത്ത് നോക്കാൻ നമ്മുടെ കയ്യിൽ ഒരു നോട്ടിരിപ്പില്ല. യെസ്, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് വായിക്കാൻ മെയിൻറ്റെയിൻ ചെയ്യാം. അതുകൂടി വെച്ചിട്ട് നമുക്ക് സംഗതി എങ്ങനെ തുടങ്ങും. നിങ്ങൾ എന്താണ്ട് ഇന്നുകൂടെ വായിക്കഴിഞ്ഞാൽ ഗുണം എന്താണെന്നറിയാം. നിങ്ങൾ പിന്നെ മെനക്കെടും. ഒരു കുട്ടി ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും?
നിങ്ങൾ മെനക്കെടും. അപ്പോഴും നിങ്ങൾ തോന്നും, ഓ ദൈവമേ, ഇത് പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ റാങ്ക് എന്റെ വീട്ടിലിരുന്നത് ഈ മെനക്കെട്ട്. ഇത് ഞാൻ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ മര്യാദക്ക് പഠിച്ച ഫുൾ A+ വീട്ടിലിരുന്നേനെ എന്ന് ചിന്തിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ചോദ്യം പറയാനുള്ള തുടങ്ങിയത്. ആ സാർ ഇപ്പൊ പറഞ്ഞത് എനിക്ക് അനുഭവം ഉണ്ട്. അതായത് എന്റെ ട്യൂഷൻ സെന്ററിൽ കുട്ടികൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഞാൻ കുറെ റെഫർ ചെയ്തിട്ടാണ് ആൻസർ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം എനിക്ക് കുറെ കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് ഇങ്ങനെ റെഫർ ചെയ്തിട്ടാണ്, എനിക്ക് മീൻസ് എല്ലാ ക്ലാസ്സിലും എടുക്കുന്നില്ല, 7th വരെ ഞാൻ ഇപ്പൊ ക്ലാസ് എടുക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അനുഭവം ഉണ്ട്. അപ്പൊ നമുക്ക് മെനക്കെടും, നമ്മള് എവിടെന്നെങ്കിലും ഒക്കെ നോക്കി അത് മെനക്കെട്ടാതെ റെഡിയാക്കും. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞത് പിൻവലിക്കുകയാണ്. അടുത്ത ദിവസം വരുമ്പോൾ ആരും ചോദിക്കുക, കാരണം 11:27 ആയതുകൊണ്ട് പിൻവലിക്കുകയാണ്. അപ്പോ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം വളരെ സൂപ്പറാണെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ, നമുക്ക് ആരതി പറഞ്ഞ പോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് പോവാം. ഓക്കെ 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 ഓക്കെ. നിങ്ങളൊന്നും പഠിച്ചോണ്ട് വരണ്ട, നിങ്ങൾ ഓർമ്മയെന്ന് എടുത്ത് പറയുമ്പോണ്ടല്ല, അത് നിങ്ങളുടെ ഇന്റലിജൻസ് ആണ്. യെസ്, ഓർമ്മേന്റെ പേര് പറഞ്ഞില്ലേ, സാറ് പണ്ട് എപ്പോഴോ ആസ് ക്ലാസ് കഴിഞ്ഞപ്പോ അപ്പുറത്ത് എപ്പോഴും പറഞ്ഞതിന്റെ ഒരു ഓർമ്മ ഇരിക്കുന്നതില്ലേ, ദാറ്റ് ഈസ് യുവർ ഇന്റലിജൻസ്. അത് നിങ്ങളുടെ എന്താ, അത് നിങ്ങളുടെ ബുദ്ധിയാണ്. യെസ്, ഓക്കെ. സൈൻ ഔട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ യെസ്, ഓക്കെ. നാൻസി, യു കണ്ടിന്യൂ. Good morning, sir, and my dear students. Today's class was really informative and easy to understand. I sincerely thank our sir for explaining everything so clearly. Thank you to all my classmates for participating so actively. I appreciate everyone for making today's class meaningful. Thank you, sir, and thank you, students. Okay, okay, very English, very good, very good, very good. Okay, very good. Thank So you, sir. we will meet in the next class. Okay.